നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാവേ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് രുക്മിണി ദേവി അരുന്തേല. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുന്തേല. എന്നാൽ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മജോറിയോ ഗോഡ്ഫ്രേ. ആരാ? മജോറിയോ ഗോഡ്ഫ്രേ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തിയാണ് എസ്.എൻ. മുഖർജി. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തിയാണ് എസ്.എൻ. മുഖർജി. ലോക്സഭാ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എം.എൻ. കൗൾ. ഇപ്പൊ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എസ്.എൻ. മുഖർജിയും ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എം.എൻ. കൗളുമാണ്. എം.എൻ. കൗൾ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിതയാണ് വി.എസ്. രമാദേവി. അപ്പൊ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിത വി.എസ്. രമാദേവിയും ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിത സ്നേഹലത ശ്രീവാസ്തവ. അപ്പൊ രണ്ട് വനിതകളുടെ പേര് പറഞ്ഞു. രാജ്യസഭയിൽ സെക്രട്ടറി ജനറലായ ആദ്യ വനിത വി.എസ്. രമാദേവിയും ലോക്സഭയിൽ സെക്രട്ടറി ജനറലായ ആദ്യ വനിത സ്നേഹലത ശ്രീവാസ്തവയുമാണ്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അംഗമായിരുന്ന വ്യക്തിയാണ് നജ്മ ഹെപ്തുള്ള. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അംഗമായിരുന്ന വ്യക്തിയാണ് നജ്മ ഹെപ്തുള്ള. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭ അംഗമായിരുന്ന വ്യക്തിയാണ് ഇന്ദ്രജിത്ത് ഗുപ്ത. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് രുക്മിണി ദേവി അരുന്തേല. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മജോറിയോ ഗോഡ്ഫ്രേ. രാജ്യസഭ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എസ്.എൻ. മുഖർജിയും ലോക്സഭാ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എം.എൻ. കൗളുമാണ്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിതയാണ് വി.എസ്. രമാദേവി. അപ്പൊ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി വി.എസ്. രമാദേവി. എന്നാൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിതയാണ് സ്നേഹലത ശ്രീവാസ്തവ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അംഗമായിരുന്ന വ്യക്തിയാണ് നജ്മ ഹെപ്തുള്ള. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അംഗമായിരുന്ന വ്യക്തി നജ്മ ഹെപ്തുള്ളയും ഏറ്റവും കൂടുതൽ കാലം ലോക്സഭ അംഗമായിരുന്ന വ്യക്തി ഇന്ദ്രജിത്ത് ഗുപ്ത. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭ അംഗമായിരുന്ന വ്യക്തി ഇന്ദ്രജിത്ത് ഗുപ്ത. ഓക്കെ, ബൈ.